ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പ്രഖ്യാപിക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും സ്ഥാനാർത്ഥികളാകും. കേരളത്തിൽ എൻ.ഡി.എ അക്കൗണ്ട് തുറക്കുമെന്ന് ബി.ജെ.പി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തെത്തും. ഒട്ടനവധി പേരുകൾ പരിഗണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, പാലക്കാട് സി കൃഷ്ണകുമാർ, കാസർഗോഡ് പി.കെ. കൃഷ്ണദാസ്, മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടി എന്നിവരാണ് പട്ടികയിൽ. പത്തനംതിട്ടയിലാവട്ടെ പി.എസ്. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, പി.സി. ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. എന്നാൽ പി.സി. ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന ബി.ഡി.ജെ.എസ് തീരുമാനം ബി.ജെ.പി ദേശീയ നേതൃത്വം മുഖവിലക്കെടുക്കാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിനാണ് പ്രഥമ പരിഗണന. വടകരയിൽ എം.ടി. രമേശ്, ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത്, ആലത്തൂരിൽ ഷാജിമോൻ വട്ടേക്കാട്, കണ്ണൂരിൽ ഈ അടുത്തു കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥ്, കെ.പി. പ്രകാശ് ബാബു, പൊന്നാനി പ്രഫുൽകൃഷ്ണൻ, എറണാകുളത്ത് അനിൽ ആന്റണി, വിനീത ഹരിഹരൻ, ടി.പി. സിന്ധുമോൾ, കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, പി.ബി. ഗോപകുമാർ എന്നിവരാണ് പട്ടികയിൽ. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്ററി ബോഡി യോഗത്തിനു ശേഷം ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും. ഒരുപാട് മാറ്റം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകാൻ കേരളത്തിൽ നിന്ന് എംപിമാര് എൻ.ഡി.എക്കുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതേസമയം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എൻ.ഡി.എ നേതാക്കൾ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പി.സി. ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ ബി.ജെ.പിയുമായി ലയിക്കും. 24 തിരുവനന്തപുരം.